സാധു ഇട്ടിയൗര ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ. പെരുമാട്ടിക്കുന്നേൽ മത്തായിയുടെയും അന്നയുടെയും മകനായി 1922 മാർച്ച് മാസം 18-ാം തീയതിയാണ് പി.എം. ഇട്ടിയൗര എന്ന സാധു ഇട്ടിയൗര ജനിച്ചത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന ഉത്കൃഷ്ടമായ ആശയത്തെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു കാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് സാധു ഇട്ടിയൗരയായിരുന്നു. ഈ ഭൂമുഖത്ത് 100 വർഷങ്ങൾ ജീവിച്ച സാധു ഇട്ടിയൗരയ്ക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. സ്നേഹം എന്ന യാഥാർത്ഥ്യത്തിൽ ഊന്നിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളെല്ലാം തന്നെ. സാധു ഇട്ടിയൗര ലോകപ്രശസ്തനായ പ്രാസംഗികനും ഗ്രന്ഥരചയിതാവുമാണ്. 150ഓളം പുസ്തകങ്ങളും 50,000-ഓളം പ്രസംഗങ്ങളും നടത്തുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹീത വ്യക്തിയാണ് സാധു ഇട്ടിയൗര. ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പലവിധത്തിലുള്ള ജോലികളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. 5 വർഷത്തോളം മിലിട്ടറിയിലും അദ്ദേഹം ജോലി ചെയ്തു. യുദ്ധത്തിന് സ്നേഹത്തിൻ്റെ ഭാഷ അറിയില്ല, സ്നേഹത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല, തന്ത്രങ്ങൾക്കും വഞ്ചനകൾക്കുമാണ് പ്രാധാന്യം, അത് അപരനെ വകവരുത്താനാണ് ഉപയോഗിക്കുന്നത്. ഈ സമീപനവുമായി ഇട്ടിയൗര പൊരുത്തപ്പെട്ടില്ല. അദ്ദേഹം മിലിട്ടറിയിൽ നിന്നും പിരിഞ്ഞു. ദൈവസ്നേഹം പ്രചരിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല വഴി വൈദികനാകുക എന്നതാണെന്ന് അദ്ദേഹം കരുതി. ഉടൻ തന്നെ ഈശോസഭയിൽ ചേർന്ന് പഠനം തുടങ്ങി. ദൈവസ്നേഹത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം തന്നെ. എന്തായാലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവം സ്നേഹിക്കപ്പെടുന്നതിനും വേണ്ടി വൈദിക പട്ടം ലഭിക്കുന്നതിന് വളരെ കുറച്ച് മാസങ്ങൾ ബാക്കി നിൽക്കെ അദ്ദേഹം ഈശോസഭ വിട്ടു. ദൈവസ്നേഹം പ്രചരിപ്പിക്കാൻ അതിർവരമ്പുകളില്ലാത്ത ഈ ലോകത്തേക്ക് എടുത്തുചാടാൻ പ്രേരണയായത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വാക്കുകൾ തന്നെയായിരുന്നു. വിശാലമായ ലോകത്തേക്ക് അദ്ദേഹം തനിയെ ഇറങ്ങി. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന വാക്കുകൾ എഴുതിയ വസ്ത്രവും ധരിച്ച് അദ്ദേഹം ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. ഞങ്ങൾ ആദ്യമായി എഴുതിയ 2 ചെറിയ ഗാനങ്ങളും അദ്ദേഹത്തെക്കൊണ്ട് തന്നെ റിലീസ് ചെയ്യാൻ സാധിച്ചതും വലിയ ദൈവാനുഗ്രഹമായി ഞങ്ങൾ കണക്കിലാക്കുന്നു. സ്നേഹസമ്പന്നനായ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് ഈ കാണുന്നത്. 101-ാം വയസ്സിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അധ്യാപകനായിട്ട് ഇപ്പോഴും തമ്പുരാനെ ഓർക്കണം. നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരെയാ ഓർക്കാവുന്നത്? മെഴുകുതിരിയാണ്. ഞാൻ പണ്ടിങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപാട് കുട്ടികളോട് സംസാരിക്കുമായിരുന്നു. കുഞ്ഞു പിള്ളേരോടും വെളിയുള്ളവരോടും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. ഞാൻ പ്രാർത്ഥിച്ചു നടക്കട്ടോ. എവിടെ പോയാലും മോനം നല്ല വികാരവും നല്ല വിചാരവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു നടക്കട്ടോ. ആരോടും എനിക്ക് യാതൊരു വിരോധവും ഇല്ല, ആരെയും ദ്രോഹിക്കണമെന്നുമില്ല, ആരെയും പ്രയാസപ്പെടുത്തണമെന്നില്ല. എല്ലാവർക്കും നന്മ വരണമെന്നേ ആഗ്രഹമുള്ളൂ. എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. കുടുംബജീവിതം നയിക്കുമ്പോഴും ദൈവവചനം പ്രഘോഷിക്കാനുള്ള തികഞ്ഞ തീക്ഷ്ണതയോടെ ജീവിച്ചുകൊണ്ടിരുന്ന അപൂർവ വ്യക്തിത്വമാണ് ആദരണീയനായ സാധു ഇട്ടിയൗര. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ മനസ്സിലാക്കുന്നതിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ദൈവസ്നേഹത്തിൻ്റെ നിസ്വാർത്ഥ പ്രഘോഷകനും പ്രചാരകനുമാണ് സാധു ഇട്ടിയൗര. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അദ്ദേഹം ദൈവസ്നേഹം കാണിച്ചു കൊടുത്തു. ജീവിത സാക്ഷ്യത്തിലൂടെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നാട് മുഴുവൻ നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം വഹിച്ച അദ്ദേഹത്തെ യൂറോപ്യന്മാർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ദ മിഷണറി ഫിലോസഫർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ രീതി വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകം മതിപ്പുളവാക്കിയവയായിരുന്നു. അതിനാലാണ് പ്രശസ്തമായ ആൽബർട്ട് ഷെയ്റ്റ്സർ അവാർഡ് ഫോർ ഹ്യൂമനിസ്റ്റ് 1981 അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രാർത്ഥനയിലും സ്നേഹത്തിലും ഗവേഷണം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആൽബറോയിൻ ടേബിൾടൺ മുതലായ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു കൊച്ചു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ആ പുണ്യപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.